ഹലോ, എല്ലാവരും വിചാരിക്കും ഞാൻ ഈ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇവിടെ 2 ദിവസം സ്നോ സ്റ്റോമാണ്. 12 ഇഞ്ച് സ്നോ വരെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് സ്നോ ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് ജോലിയിൽ പോകണം. ശനിയാഴ്ച വൈകുന്നേരം പോയി കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ തിരിച്ചെത്തത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീൽ പ്രെപ്പും ഒക്കെയാണ്. എനിക്ക് കുറച്ച് വീട്ടിലേക്ക് പപ്പായ്ക്കും ലിയയ്ക്കും വേണ്ടി ഉണ്ടാക്കണം. എനിക്ക് കുറച്ച് ജോലിയിൽ കൊണ്ടുപോകണം. ഞാൻ ഹോം മെയ്ഡ് ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്. രാവിലെ തന്നെ പല്ല് തേച്ച് ബേസിക് സ്കിൻ കെയർ, ക്ലെൻസിങ്, ടോണിങ്, സീറം, മോയ്സ്ചറൈസർ. ഞാൻ റിച്വലായിട്ട് ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ സ്കിൻ കെയർ. ഇറ്റ്സ് എ മസ്റ്റ് ഫോർ മീ. ഐ പ്രിഫർ സ്കിൻ കെയർ മോർ ദാൻ മേക്കപ്പ്. പിന്നെ ഈ കാണിക്കുന്നതാണ് ഗുവാഷ ടൂൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് സപ്പോസ് ടു ടോൺ യുവർ ഫേസ് ആൻഡ് ഡബിൾ ചിന്നൊക്കെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കിയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. പക്ഷേ ഗുവാഷ ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്ഡ് മൈ സ്കിൻ ടെക്സ്ചർ എ ലോട്ട്. ഈ വിൻ്റർ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഡ്രൈ സ്കിന്നായിട്ട് എൻ്റെ സ്കിൻ ഒത്തിരി പൊട്ടാറുണ്ട്. കുറേയധികം തുണികൾ മടക്കാനുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. തുണി മടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ സഹായം കൂടെ ഉണ്ട് കേട്ടോ, സിംബക്കുട്ടി. അവൾക്ക് ഈ വള്ളിയും പുള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഹൈപ്പർ ആക്റ്റീവ് ആകും. ഈ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മമ്മയാണ്, എൻ്റെ ഗ്രാൻഡ് മദറിനെ. യൂഷ്വലി ഇങ്ങനെയൊക്കെ വേഴ്സ് വെതർ സിറ്റുവേഷൻ വരുമ്പോൾ അമ്മമ്മ എന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിക്കും. അത് ചെയ്തോ, ഇത് ചെയ്തോ, ഇങ്ങനെ ചെയ്തോ. ചില കാര്യങ്ങളൊക്കെ വിട്ടു പോകുമ്പോൾ അമ്മമ്മ കുറച്ചൊക്കെ ഓർമ്മിപ്പിക്കുമ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നത്. അമ്മമ്മ ഒത്തിരി ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഒരിത്തിരി മെഴുക്ക് വരട്ടിയും ചിക്കൻ കറിയും പിന്നെ ഇച്ചിരി ബർഗർ പാറ്റി, നമ്മുടെ തന്നെ മസാല വെച്ച് ഗ്രൗണ്ട് ബീഫ് വെച്ച് ഞാൻ ഉണ്ടാക്കിയ ബർഗർ പാറ്റീസാണ്. ലിയയ്ക്ക് എപ്പോഴും മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നതുകൊണ്ട് അവളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ട് ബർഗർ ഉണ്ടാക്കി. ഇറ്റ് ടേൺഡ് ഔട്ട് ഗുഡ്, വെരി ഗുഡ്. എനിക്കിനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സിംബയ്ക്ക് എന്തോ മണം അടിച്ചിട്ടുണ്ട്. എവിടൊക്കെയോ എന്തൊക്കെയോ തകരാറ് പോലെ. യൂഷ്വലി ക്ലീനായി കിടക്കുന്ന ബെഡിലിപ്പം ഇഷ്ടംപോലെ സാധനങ്ങൾ. വാട്ട്സ് ഗോയിങ് ഓൺ? അവളുടെ ഉറങ്ങാനുള്ള സമയമായി വരുന്നു. അപ്പോൾ അവിടെ മൊത്തം സാധനങ്ങൾ പതിവില്ലാതെ. അവൾ ഭയങ്കര സാഡാണ് കേട്ടോ. ഞാൻ കുളിക്കാൻ പോവാണ്. കുളിക്കുന്നതിന് മുന്നേ ക്ലെൻസിങ് ആൻഡ് സ്ക്രബിങ് ഞാൻ ചെയ്യും. ബേസിക് ക്ലീനിങ് ഓഫ് ദി സ്കിൻ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുന്നതാണ്. നമ്മുടെ ഡെഡ് സെല്ലെല്ലാം റിമൂവ് ചെയ്ത് സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കും. 2 ദിവസം വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. ബട്ട് ഐ ലവ് ഡൂയിങ് സ്നോ ഡ്യൂട്ടി. കഴിഞ്ഞൊരു വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഐ റിയലി ലവ് ഡൂയിങ് സ്നോ ഡ്യൂട്ടി. എനിക്കതും വിട്ട് കളയാൻ പറ്റത്തില്ല. ഞാൻ റെഡിയായി, കുളിയൊക്കെ കഴിഞ്ഞു. സിംബ ആകപ്പാടെ വിഷമത്തിലാണ്. അവളുടെ മുഖം കാണുമ്പോഴേ അറിയാം. അവൾ പതിവ് പോലെ കിടക്കാൻ വന്ന് അവളുടെ സൈഡിൽ വന്ന് കിടക്കുവാണ്. ഷീ ഈസ് റിയലി സാഡ്. അവളുടെ മുഖം കാണണമായിരുന്നു. എല്ലാം പൂട്ടിക്കെട്ടിയപ്പോൾ ഇറങ്ങുകയായി. എയർപോർട്ടിലെ ഡ്രൈവ് എന്ന് പറയുമ്പം യൂഷ്വലി 30 മിനിറ്റ്സ് എടുക്കും. ബട്ട് ട്രാഫിക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗോണ ടേക്ക് ലൈക്ക് 1 hour and 15 minutes. ഇന്ന് ട്രാഫിക് ഇല്ലായിരുന്നു. വളരെ സ്മൂത്ത് ഡ്രൈവ് ആയിരുന്നു. ഇപ്പോൾ ഹൈവേ ഒക്കെ ക്ലിയറാണ്. തിങ്കളാഴ്ച ഇറങ്ങുമ്പം ഇതൊന്നും ആയിരിക്കത്തില്ല ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. ഇതോ ആ കാണുന്നതാണ് എയർപോർട്ട്. ഇവിടെയാണ് 2 ദിവസത്തേക്ക് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എത്തി ഞങ്ങളുടെ ടേൺസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ ഗേറ്റ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പോകണം. ടാറ്റാ, ബൈ ബൈ.